പിന്നെ പലരും ഹെൽത്തി ആണെന്ന് കരുതിയിട്ട് ഈ ഓട്സ് 2 നേരമൊക്കെ നമ്മൾ ഭക്ഷണത്തിനോടൊപ്പം അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരമാക്കിയിട്ട് കഴിക്കാറുണ്ട് അല്ലേ. അപ്പം പലരും ചിന്തിക്കുന്നത് അത് ഇപ്പം വെയിറ്റ് കുറയ്ക്കാനും അതേപോലെ ഇപ്പം ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ലൈക്ക് ഇപ്പം ഫാറ്റി ലിവറും പ്രമേഹവും ഷുഗർ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ ഈ ഓട്സ് നല്ലതാണ് എന്ന് കരുതിയിട്ട് നമ്മൾ ഓട്സ് പാലിൽ മിക്സ് ആക്കിയിട്ടും അതേപോലെ നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് അതിൽ പഞ്ചസാരയും ഷുഗറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്തിട്ടുണ്ടോ ഇത് 2 നേരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ സ്പൈക്ക് ഉണ്ടാവും, വെയിറ്റ് കൂടും എന്നുള്ളൊരു ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ എപ്പോഴേലും തിങ്ക് ചെയ്തിട്ടുണ്ടാവുമോ? അപ്പോൾ ഈ ഓട്സ് എന്ന് പറയുമ്പം നമുക്ക് ഹെൽത്തി ആണ്, പക്ഷെ നമ്മളത് കഴിക്കേണ്ട രീതിയും അതേപോലെ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഓട്സും ഒക്കെയാണ് അതിനെ അൺഹെൽത്തി ആക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഓട്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സുകൾ, അതായത് അതിൽ അടങ്ങിയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് ഹെൽത്ത് ആക്കുന്നതും അല്ലെങ്കിൽ ഹെൽത്തി ആക്കുന്നതും അൺഹെൽത്തി ആവുന്ന ഏതൊക്കെ രീതിയിലാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. ഓട്സ് എന്ന് പറയുമ്പം ഇറ്റ്സ് എ റിച്ച് ഓഫ് ഫൈബേഴ്സ് ആണ്. ഏകദേശം 11 ഗ്രാം ഫൈബേഴ്സ് അതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു 100 ഗ്രാം റോ ഫോം ഓഫ് ഓട്സിൻ്റെ അകത്ത് ഏകദേശം 300 കിലോ കലോറീസ് ഉണ്ട്. അതേപോലെ തന്നെ 66 ഗ്രാംസ് ഹെൽത്തി ഫാറ്റ്സുകൾ അടങ്ങിയിട്ടുണ്ട്. 17 ഗ്രാം പ്രോട്ടീൻസ് ഉണ്ട്. ഒരു 100 ഗ്രാം ഹെൽത്തി ഓട്സ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റോ ഫോം ഓഫ് ഓട്സ് എടുക്കുകയാണെങ്കിൽ അതിലെ കലോറിക് വാല്യൂ നോക്കുമ്പോൾ 300 ഗ്രാം കലോറി അതിൽ അടങ്ങിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ് ഫാക്ടേഴ്സ് നോക്കുന്ന സമയത്ത് 60 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. 17 ഗ്രാം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ 11 ഗ്രാം ഫൈബേഴ്സും ഏകദേശം 8 മുതൽ 10 ഗ്രാംസ് ഓഫ് ഫാറ്റ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ, 390 അറൗണ്ട് 390 കലോറീസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. 60 ഗ്രാംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അപ്പോൾ അത്രയും കലോറിഫിക് വാല്യൂ ഉള്ള സാധനം നമ്മൾ പിന്നെയും പാലും അല്ലെങ്കിൽ പഞ്ചസാരയും ശർക്കരയും ആഡ് ചെയ്ത് കഴിക്കുമ്പം അത് പിന്നെയും വെയിറ്റ് കൂടാനും ശരീരഭാരം കൂടാനും മറ്റുള്ള ഡിസോർഡേഴ്സ് ഇൻക്രീസ് ചെയ്യാനുള്ള ടെൻഡൻസികളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എപ്പോഴും ഓട്സ് ചൂസ് ചെയ്യുന്ന സമയത്തായാലും നമ്മളിപ്പോൾ കഴിക്കേണ്ട രീതികളായാലും അതിന് ഡിപ്പെൻഡഡ് ആണ് അത് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്ന് പറയുന്നത്. അപ്പോൾ ഓട്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇൻസ്റ്റൻറ്റ് ഓട്സ് ഒഴിവാക്കിയിട്ട് സ്റ്റീൽ കട്ട് ഓട്സ് എടുക്കാൻ ശ്രമിക്കുക. ഇന്ന് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ചുകൂടി പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇൻസ്റ്റൻറ്റ് ഓട്സ് എന്ന് പറയുന്നത്. അതിലെ ഫാക്ടേഴ്സ് എല്ലാം ഈ പറഞ്ഞിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസും ഫൈബേഴ്സും പ്രോട്ടീൻസും എല്ലാം കളഞ്ഞ് നമുക്കൊരു കൈ കിട്ടുന്നത് അത്രയും പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഓട്സ് ഫോമാണ്. അതിൽ അയേൺ കണ്ടന്റ് ഇല്ല, മെഗ്നീഷ്യം ഇല്ല, ഫോസ്ഫറസ് ഇല്ല, സിങ്ക് ഇല്ല, വൈറ്റമിൻ ഡി ഒന്നും തന്നെ ഇല്ല. ഒരു വേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു അത്രയും പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ നമ്മളെ കൈ കിട്ടുന്ന ഇൻസ്റ്റൻറ്റ് ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാനോ മറ്റുള്ള കണ്ടീഷൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻറ്റ് ഓട്സ് യൂസ് ചെയ്യരുത്. യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ സ്റ്റീൽ കട്ട് ഓട്സ് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുമ്പം അതിലുള്ള ആ ഒരു ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഫൈബേഴ്സും പ്രോട്ടീൻസും എല്ലാം അതിൽ എക്സിസ്റ്റ് ചെയ്യും. അതിനെ പ്രോസസ്സ് ചെയ്താലും അതിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടേഴ്സ് ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അതാണ് അൺപ്രോസസ്ഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത്. അതിലെ ന്യൂട്രിയൻസ് നോക്കുന്ന സമയത്ത് ഏകദേശം അയൺ കണ്ടന്റ് ഉണ്ട്, മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, സിങ്ക്, സെലീനിയം, അതേപോലെ വൈറ്റമിൻസ് എസ്പെഷ്യലി വൈറ്റമിൻ ബി കോംപ്ലക്സുകളൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഓട്സിൽ. സ്റ്റീൽ കട്ട് ഓട്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റോൾഡ് ഓട്സ് എടുക്കാവുന്നതാണ്. അത് കുറച്ചുകൂടി ഒരു സെക്കൻഡ് ഡിഗ്രി എന്ന് പറയാം, അതായത് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി എന്ന് പറയാം, എന്നാൽ അത്രയും പ്രോസസ്ഡ് അല്ല. അപ്പോൾ ഈ 2 ഓട്സുകളാണ് നിങ്ങൾ പിന്നെയും ഹെൽത്തി ആണെന്ന് കരുതി നമ്മൾ കഴിക്കേണ്ടത്. അത് കുറച്ചുകൂടി ബെറ്റർ ആണ്, നമുക്ക് കുറച്ചുകൂടി ഹെൽത്ത് ബെനിഫിറ്റ്സ് ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ഈ പറഞ്ഞിട്ടുള്ള ഓട്സിൽ ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്റ്റീൽ കട്ട് ഓട്സിലൊക്കെ ഫൈബർ ഫാക്ടേഴ്സും കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡൈജഷൻ പെട്ടെന്ന് നടക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിശപ്പ് വരും, പെട്ടെന്ന് ടയർഡ്നെസ് ഉണ്ടാവും, ഷുഗർ സ്പൈക്കും പെട്ടെന്ന് ഉണ്ടാവും. അപ്പോൾ ആ വിശപ്പ് നമുക്ക് പെട്ടെന്ന് വരുന്നതുകൊണ്ട് തന്നെ പിന്നെയും നമ്മൾ ഫുഡ് കഴിക്കാനുള്ളൊരു പ്രവണത അല്ലെങ്കിൽ ഒരു ടെൻഡൻസീസ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഈ ഇൻസ്റ്റൻറ്റ് ഓട്സ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റീൽ കട്ട് ഓട്സ് എടുക്കുന്ന സമയത്ത് അതിലെ ഫൈബർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഫൈബർ ഫാക്ടേഴ്സ് അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് വയറ് നിറയും. പിന്നെയും ഫുഡ് കഴിക്കുന്ന ആ ഒരു ഫാക്ടേഴ്സ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. പിന്നെ ഓട്സ് കഴിക്കേണ്ട രീതികളാണ് ഡിപ്പെൻഡഡ് ആയിട്ടുള്ളത്. ഓട്സ് പലരും ഇന്ന് പാലിലും പഞ്ചസാരയും അങ്ങനത്തെ ഒരു എന്താ പറയുക കൂടുതൽ ഷുഗറി ആയിട്ടുള്ള ആഹാരങ്ങൾ മിക്സപ്പ് ചെയ്തിട്ടാണ് ഓട്സ് കഴിക്കുന്നത്. പെട്ടെന്ന് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ ആ ഒരു ഫോമിലാണ് എല്ലാവരും കഴിക്കുന്നത്. അത് രാത്രി കാലങ്ങളിലൊക്കെ ആയിരിക്കും കഴിക്കുന്നുണ്ടാവുക. പക്ഷെ ഓട്സ് എപ്പോഴും കഴിക്കേണ്ടത് ഈ പാലിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഷുഗറോ പഞ്ചസാരയോ അല്ലെങ്കിൽ ജാഗരി ഒന്നും ആഡ് ചെയ്തിട്ട് കഴിക്കാൻ പാടില്ല. നിങ്ങൾക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു
ഡിന്നർ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. ലൈക്ക് ഇപ്പം ഓട്സ് എടുക്കുക, അതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് ഒരു കപ്പ് ആൽമണ്ട് മിൽക്ക് എടുക്കാവുന്നതാണ്. then അതിലേക്ക് മറ്റുള്ള നട്ട്സുകൾ, എസ്പെഷ്യലി പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, ഇങ്ങനത്തെ നട്ട്സിൻ്റെ ഒരു കോമ്പിനേഷൻ എടുക്കുക. അതൊക്കെ അതിലേക്ക് മിക്സ് ചെയ്യുക, ഒരു ടീസ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇടുക. ദെൻ ഈ പറഞ്ഞിട്ടുള്ള സീഡ്സുകൾ കാര്യങ്ങളൊക്കെ മിക്സപ്പ് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് 1-2 ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് മിക്സപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ ഒരു ഫോമിലായിരിക്കണം നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ ഒരു ഓവർനൈറ്റ് ഓട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. ഇതിൽ ഈ ഒരു കോമ്പിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യില്ല. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒരു പാലിലോ അല്ലെങ്കിൽ ശർക്കരയോ മിക്സ് ചെയ്ത് മാത്രം കഴിക്കുകയാണെങ്കിലാണ് അത് വെയിറ്റ് കൂടുന്നത്. ദെൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്ഗ് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഉപ്പുമാവ് ഫോമിലൊക്കെ കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഓംലെറ്റ് ഫോമിലൊക്കെ കഴിക്കുവാണെങ്കിലും കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഫോമിലായിരിക്കണം നിങ്ങളിപ്പോൾ ഡയറ്റ് എടുക്കുന്ന ആളുകളാവട്ടെ, മറ്റുള്ള എന്ത് കണ്ടീഷൻസ് ആവട്ടെ, നമുക്ക് ഈ ഒരു പാറ്റേൺസിൽ കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. വെയിറ്റ് കുറയ്ക്കണം എന്ന് കരുതിയിട്ട് നമ്മൾ വലിച്ചു വാരി 2 നേരം പാലിലും പഞ്ചസാരയിലും മിക്സ് ചെയ്ത് ഓട്സ് കഴിക്കരുത്. സോ ഡയറ്റ് എടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒരു നേരത്തെ ആഹാരമാക്കിയിട്ട് നിങ്ങൾക്ക് ഓട്സ് പ്രിഫർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പം ഏതാണ് ഹെൽത്തി ആയിട്ടുള്ളത്, എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഈ ഒരു സെഷനിലൂടെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്